കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഇക്കഴിഞ്ഞ ദിവസം നടത്തിയതായിട്ടുള്ള ഒരു പ്രഖ്യാപനം വളരെ സ്വാഗതാർഹമാണ് എന്ന് തന്നെയാണ് ആമുഖമായി പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 1-ാം ക്ലാസ്സിലെ പ്രവേശനത്തിന് കുട്ടികൾക്ക് പ്രവേശന പരീക്ഷ നടത്തുന്നതിനും കുട്ടികളുടെ രക്ഷിതാക്കളെ അഭിമുഖ പരീക്ഷയ്ക്ക് വിധേയമാക്കുന്നതിനും യാതൊരു കാരണവശാലും അനുവാദം കൊടുക്കുകയില്ല എന്ന്. ഒരു നല്ല തീരുമാനം ആണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ പലപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി ഇതുപോലെയുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ നടത്താറുണ്ടെങ്കിലും അത് എത്രമാത്രം നടപ്പാക്കിയിട്ടുണ്ട് എന്ന് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ബലപ്പെടുത്തിയിട്ടില്ല. പ്രഖ്യാപനമൊക്കെ വളരെ ഉദാത്തമാണ്, ശ്രേഷ്ഠമാണ് എന്നൊക്കെ തോന്നിയാൽ കുറച്ചു കഴിയുമ്പോൾ കാണാം ഇത് പ്രസ്താവനയിൽ മാത്രമായി ഒതുങ്ങുന്നുണ്ടോ എന്ന്. അതിന്റെ പ്രധാനമായ കാരണം ഈ തരം മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ള ഏജൻസികളുടെ സമ്മർദ്ദം കൊണ്ട് പല തീരുമാനങ്ങളും ഒന്നുകിൽ പിറകോട്ടടിക്കുകയോ അല്ലെങ്കിൽ ഉദാസീനമാക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ മരവിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങളായി കാണാം. വിദ്യാഭ്യാസ മന്ത്രിയോട് പൊതുസമൂഹത്തിന് വേണ്ടി അപേക്ഷിക്കാനുള്ളത്, ഇത് അങ്ങയുടെ ഓഫീസിൽ ഇരുന്ന് പറഞ്ഞ് അങ്ങ് പിന്നീട് ഇതിനെ സംബന്ധിച്ച് ഒരു നടപടിയും എടുക്കാതെ പോകുന്നത് ശരിയല്ല. ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഇത്തരം ഈ പറയുന്ന നക്ഷത്ര സ്കൂളുകളിലെ നടത്തിപ്പ് എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് സർപ്രൈസ് ചെക്ക് പോലും നടത്താനായി തയ്യാറാകണം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഉന്നത നേതാക്കന്മാരുടെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളുകളായതുകൊണ്ട് രാഷ്ട്രീയ സ്വാധീനം വരുമ്പോൾ പലപ്പോഴും മന്ത്രി ഉൾപ്പെടെ ആളുകൾ പിന്നാക്കം പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് അതിന് ഉള്ള ഒരു രീതി സമീപനം സ്വീകരിക്കാതെ ആർജവത്തോടുകൂടി ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ആർജവം ഉണ്ടെങ്കിൽ അതിനുള്ള മെഷീനറി ഇവിടെ തയ്യാറാക്കണം. ഉദ്യോഗസ്ഥന്മാരെ സർപ്രൈസായിട്ട് മിന്നൽ പരിശോധനയ്ക്ക് ഈ സ്കൂളുകളിൽ അയക്കണം. രക്ഷിതാക്കളിൽ നിന്ന് കള്ളപ്പണമായി, കാരണം രസീതൊന്നും കൊടുക്കാതെ വാങ്ങിക്കുന്ന പണം കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള സ്കൂളുകളുടെ അംഗീകാരം പിൻവലിക്കണം. അങ്ങനെ കർശനമായ നടപടികൾ എടുക്കുമെന്നുള്ള സന്ദേശം പരത്താൻ കഴിയുമെങ്കിൽ മന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്ക് ആത്മാർത്ഥതയുണ്ട് എന്ന് പൊതുസമൂഹം കരുതും. ഇപ്പോൾ ഓരോ വർഷം കഴിയും തോറും കേരളത്തിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതിൻ്റെ കാരണങ്ങളൊക്കെ പലതാണ്, അതൊന്നും ഇപ്പോൾ ഇവിടെ വിസ്തരിക്കുന്നില്ല. മന്ത്രിയൊക്കെ പറയുന്ന ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ 5 സ്റ്റാർ ആണ്. സ്കൂളുകളൊക്കെ സ്മാർട്ട് സ്കൂളുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളും കമ്പ്യൂട്ടറൈസ്ഡ് ഒക്കെ ഡിജിറ്റലാണ്. നമ്മൾ ഈ ആദിവാസി മേഖലയിലോട്ടൊക്കെ പോകുമ്പോൾ അവിടുത്തെ കമ്പ്യൂട്ടറും ഡിജിറ്റലും ഒക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കണ്ടുപോയാൽ നമ്മൾ ഒരുപക്ഷെ ഞെട്ടിപ്പോകും. അവിടെയൊന്നും ഈ സ്മാർട്ട് ക്ലാസ് റൂമുകളൊന്നും ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല. ഒന്നാമത് അധ്യാപകർക്ക് അതിനെ സംബന്ധിച്ചുള്ള വേണ്ടത്ര പരിജ്ഞാനമില്ല. അവരൊക്കെ വളരെ രാവിലെ കഷ്ടപ്പെട്ട് 3, 4, 5 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ ആദിവാസി ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വരുന്ന പാവപ്പെട്ട കുട്ടികളെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അക്ഷരം പഠിപ്പിച്ചു വിടുമ്പോൾ അവർക്ക് ഈ സ്മാർട്ട് ക്ലാസ് റൂമും എയർ കണ്ടീഷൻഡ് ഡിജിറ്റൽ മുറികളും ഒന്നും അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കുന്ന പണം വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിട്ട് അന്വേഷിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഒരു വാഗ്ധോരണി മാത്രമായിട്ട് ഇത് അവസാനിക്കും. അതുകൊണ്ട് സമൂഹത്തിന് യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രയോജനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രഖ്യാപനങ്ങൾ യഥാർത്ഥത്തിൽ നടപ്പാവുന്നുണ്ടോ എന്ന് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അയച്ചെങ്കിലും അന്വേഷിക്കുകയും ഈ ചട്ടം ലംഘിക്കുന്ന മാനേജ്മെന്റുകളുടെ മേൽ കർശനമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം.